2026 ഫെബ്രുവരി മാസം 28 തീയതി ആകുന്നതിന് മുമ്പ് സാധാരണ മനസാക്ഷിയുള്ള മനുഷ്യനായിട്ടുള്ള സാധാരണ ജനം ന്യായാധിപ മേഖലയിലുള്ളവരോടും അധികാരികളോടും പൊതുജനത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവകാശത്തിന് വേണ്ടി നിൽക്കുന്നവരോടുള്ള കുറച്ച് ചോദ്യങ്ങൾ, എണ്ണമിട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചേർക്കുന്നത്. 2025 ഫെബ്രുവരി മാസം 28 തീയതി ഈ ലോകത്തിൽ നിന്ന് ഭർതൃ പീഡനത്തിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും പീഡനത്തിൻ്റെ ഫലമായി ഈ ഭൂമിയിൽ നിന്നും ജീവൻ ഹോമിക്കപ്പെട്ട, നെഞ്ചോട് ചേർത്ത് പിടിച്ച് രണ്ട് പെൺകുഞ്ഞുങ്ങളെ, രണ്ട് മാലാഖ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൊടുപുഴയിൽ നിന്നും ഏറ്റുമാനൂർ പോയി ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനി ചേച്ചിയുടെ ആത്മാവിൻ്റെ ആ ഒരു വിളി എന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സാധാരണ സമൂഹം ന്യായാധിപ സംഘത്തോടും ന്യായാധിപന്മാരോടും അധികാരികളോടുമുള്ള ചോദ്യം ഇതാണ്. ഒന്ന്, 1 വർഷമാകുന്ന ഈ സമയം വരെ പൊതുജനം കാത്തിരുന്നപ്പോൾ ഷൈനി ചേച്ചിക്കും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ് പ്രസക്തമായ ചോദ്യം. 2, ഒന്നാമത്തെ ചോദ്യത്തിന് ഉപോത്ബലകമായിട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, ഈ സ്ത്രീയും കുഞ്ഞുങ്ങളും ഗാർഹിക പീഡനത്തിനും ക്രൂരമായ മർദ്ദനത്തിനും ഇരയായതിനു വേണ്ടി അധികാരികളെ സമീപിച്ചപ്പോൾ ആ ഗാർഹിക പീഡനത്തെ പരാതിയിന്മേൽ എന്ത് നടപടികളാണ് നടത്തിയത്? ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് നിങ്ങൾ നീതി നടപ്പിലാക്കുവാൻ പരിശ്രമിച്ചു? മൂന്നാമത്തെ ചോദ്യം, ഗാർഹിക പീഡനത്തിനും ഇരയായതിനു ശേഷം മൈനറായിട്ടുള്ള കുഞ്ഞുങ്ങൾ ആത്മഹത്യക്ക് ഒരുക്കമല്ലാതിരുന്നിട്ടും അവരെ അതിനോട് ചേർത്ത് പിടിച്ച് സ്വന്തം ചിറകിന്മേൽ കൈകളാകുന്ന ചിറകിൽ ചേർത്ത് പിടിച്ച് ട്രെയിനിന് മുമ്പിൽ നിന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണോ ചെയ്തത്? അവർ യഥാർത്ഥത്തിൽ കൊല ചെയ്യുകയല്ലേ ചെയ്തത്? കൊല ചെയ്യപ്പെടുകയല്ലേ ചെയ്തത്? എന്തുകൊണ്ട് ആ ഒരു സമയത്തും അപ്രകാരമുള്ള ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അധികാരികൾ പരിശ്രമിച്ചില്ല? അടുത്ത ചോദ്യം, ഷൈനിയെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഷൈനി ചേച്ചിയെ കെട്ടിച്ചു വിട്ട സമയത്ത്, മറ്റൊരു വീട്ടിലോട്ടൊരു മകളായി കൊടുത്തു വിട്ട സമയത്ത് കൊടുത്ത സമ്പത്തും ആയിരിക്കുന്ന വസ്തുവകകളും ഇപ്പോഴും അവകാശ ഹർജിക്കാരനായി തുടരുന്ന ഭർത്താവ് ഉപയോഗിക്കുന്നതിനെതിരെ എന്തുകൊണ്ട് സ്വമേധയാ ഒരു ന്യായാധിപ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും ഇതുവരെ അത്തരമൊരു നടപടിയെടുത്തില്ല? അടുത്ത ചോദ്യം, ഷൈനി ചേച്ചി ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവും അനുസരിച്ച് കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സമയം നീതിക്ക് വേണ്ടി നിൽക്കുന്ന കറുത്ത കോട്ടും വെള്ള ഡ്രസ്സും അതോടൊപ്പം തന്നെ ബാൻഡും ധരിച്ച, നീതി പീഠത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾ ബോധിപ്പിക്കാത്ത അഡ്വക്കേറ്റ് ജീവനം നടത്തുന്ന വ്യക്തി അവരോട് ആ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു? അടുത്ത ചോദ്യം മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം നടന്നതിന് ശേഷം വളരെ നല്ല രീതിയിൽ, വളരെ വേണ്ട രീതിയിൽ നടപ്പിലാക്കണം, കർശന നടപടി നടത്തണമെന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകൾ ചെയ്തു കൊടുത്ത, ചർച്ചാ വിഷയമാക്കിയ ചാനലുകാർ എന്തുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടികൾക്ക് ഒരിക്കലും ഒരു പ്രാധാന്യം കൊടുത്തില്ല? അടുത്ത ചോദ്യം, നിസ്സാരമായിട്ടുള്ള ചാർജ് നൽകിക്കൊണ്ട് പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിന് മുമ്പിലോട്ട് 30 ദിവസം തികയുന്നതിന് മുമ്പ് ജാമ്യം ലഭിച്ച് ഇറങ്ങിയ വ്യക്തി യഥാർത്ഥത്തിൽ ഇത്തരം കൊടും ക്രൂരതകൾ ചെയ്യുവാനായിട്ട് ഏതൊരു വ്യക്തിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ചാർജല്ലേ നൽകിയത്? അടുത്ത ഒരു ചോദ്യം, ഇതിനു വേണ്ടി സാമൂഹികമായിട്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന ഒരുപിടി വ്യക്തികൾ മനുഷ്യ അവകാശ കമ്മീഷനിലും ബാല അവകാശ കമ്മീഷനിലും കൃത്യമായി പരാതികൾ കൊടുത്തിട്ടും
ഇമെയിൽ സംവിധാനം അയച്ചിട്ടും എന്തുകൊണ്ടൊരു മറുപടികൾ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല? ബാലാവകാശ സംരക്ഷണം ഏറ്റവും അധികം ഘോഷിക്കപ്പെടുന്ന ഇവിടെ എന്തുകൊണ്ട് ആ അധികാരികൾ ഇടപെട്ടില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് ഈ സംവിധാനം അയച്ചപ്പോൾ സത്വരമായി അവിടുന്ന് ഇതിന് നടപടികൾ നടത്തണമെന്ന് അയച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ അനങ്ങിയിട്ടില്ല? അപ്പോൾ സമൂഹമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം സാധാരണ ലെവലിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് നീതിപീഠത്തിൻ്റെ മുമ്പിലും എന്തു ചെയ്യപ്പെടുന്നു? വേർതിരിവ് ലഭിക്കുന്നുണ്ടോ? ഇതൊരു സംശയമല്ല, ഒരു ചോദ്യമാണ്. നിസ്സഹായമായി നിൽക്കുന്ന ചോദ്യം. അത് മറ്റൊന്നുമല്ല, നിസ്സഹായായി 2 കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് മതമേലധ്യക്ഷന്മാരുടെയും മതപുരോഹിതന്മാരുടെയും അല്ലെങ്കിൽ ദിനം പ്രതി ദൈവത്തിൽ വിശ്വസിച്ച് ആ പള്ളിയിൽ പോയി എല്ലാ ദിവസവും കുർബാന അർപ്പിച്ച് പോകുന്ന ആ വ്യക്തിയായിട്ടുള്ള ഷൈനി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പുരോഹിതരോ സഭയോ പോലും ഇത്തരം നടപടികൾക്ക് അല്ലെങ്കിൽ ഇതിനു വേണ്ടി നീതി നടപ്പിലാക്കി കിട്ടുന്നതിന് ഒരക്ഷരം ഉരിയാടിയെ കണ്ടില്ല. ആ നിസ്സഹായായി നിന്ന അതിരാവിലെ 2 കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് പിടിച്ച ഷൈനി ചേച്ചിയുടെ ആത്മാവ് 1 വർഷത്തോളം ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം ഈ പ്രകൃതി നിയമം അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവം എന്ന ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഈ ഭൂമിയിൽ അതിന് ഉത്തരവാദികളായവർ അനുഭവിക്കാതെ പോകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു അനുഭവം എന്ന രീതിയിൽ പറയുകയാണ്. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന യേശു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ന്യായാധിപ സംഘത്തിലെ ശതാധിപൻ യേശുവിൻ്റെ മുഖത്തടിക്കുമ്പോൾ ആ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഉത്തരം പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാണ് എന്നെ അടിച്ചത്? അവിടെ ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന ഓരോ പുരോഹിതരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് വെറുതെ മുഖത്ത് അകാരണമായി അടിച്ച ആൾക്കെതിരെ കർത്താവ് ശബ്ദമുയർത്തിയിട്ടുണ്ട്. പുരോഹിതരെ, നിങ്ങളിതിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഈ ഫെബ്രുവരി 28-ാം തീയതി ആകുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ഭാഷ്യം എന്ന രീതിയിൽ ഇത്തരമെങ്കിലും പറയേണ്ടത് 1 വർഷം പിന്നിടുന്ന ഈ 3 ജീവനുകൾക്ക് വേണ്ടിയിട്ടുള്ള ബലിയുടെ ഭാഗമാണെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു.